Good morning, all. ഗുഡ് മോർണിംഗ് ആൾ. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷീല മാം ആണ്. മാം പ്രഗ്നൻസി കോച്ചാണ്, പാരന്റിംഗ് കോച്ചാണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നലെ എന്നോട് ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് സൈക്കോളജിയുടെ എല്ലാ വശങ്ങളും എപ്പോഴും നമുക്ക് ക്ലാസ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സാർ ഓൾറെഡി ഡയബറ്റിക് മെലിറ്റസ് ഒക്കെ ക്ലാസ് എടുത്തതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒരു കെയർ ഗീവറുടെ സ്ഥാനത്ത് നിന്ന് ഒരു പ്രമേഹ രോഗിയെ എങ്ങനെ പരിചരിക്കാം, അതിന്റെ ബാക്കിയുള്ള മെഡിക്കൽ വശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പം ആ ഒരു ഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാൻ ഡയബറ്റിക് കെയർ എന്നുള്ളത് എടുത്തത്. അപ്പൊ എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. ഇതിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ളവരുണ്ടോ നമ്മുടെ ഈ ഗ്രൂപ്പില് ഒന്ന് പറയാൻ പറ്റുമോ? ബോർഡർ ലൈനാണ്. ബോർഡർ ലൈൻ മരുന്ന് കഴിക്കുന്നില്ല. മരുന്നൊന്നും കഴിക്കുന്നില്ല. അതിലോട്ടായിട്ടില്ല, കാരണം ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗ്രൂപ്പിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടുകയും ആ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കും. കാരണം നമുക്ക് അതുപോലത്തെയുള്ള ക്ലാസ്സുകളും മോട്ടിവേഷനും അഫർമേഷൻസും മെഡിറ്റേഷനും ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ജസ്റ്റ് എന്നാലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കുമല്ലോ ഇതുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണുമല്ലോ. അപ്പം നമുക്ക് അവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യം വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള എനിക്ക് അറിയാവുന്ന ഒരു നോളജ് വെച്ച് ഞാൻ നിങ്ങളോട് സംവദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോടും പറഞ്ഞു തരിക. അപ്പം ശരിക്കും ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവരും വിചാരിക്കും മരുന്നുകൊണ്ട് മാത്രം അത് നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. പക്ഷെ മരുന്നുകൊണ്ട് ഞാൻ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടാ. അല്ല, നമുക്ക് ഭക്ഷണം വേണം, അതിന്റെ കൂടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഇപ്പം കേൾക്കാമോ? യെസ്, കേൾക്കാം. അപ്പം ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് നിരീക്ഷിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിലെ പിന്തുണ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പിന്തുണ ഈ ഒരു കണ്ടീഷന് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ഈ കേസ് എടുക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാല്, അല്ല ഈ ഒരു ക്ലാസ് എടുക്കാമെന്ന് വെച്ചത് എന്നാന്ന് ചോദിച്ചാൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ മറക്കാനാവാത്ത ഒരു സംഭവം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം. എൻ്റെ അമ്മ, ഞാൻ വേറെയാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മ വേറൊരു സ്ഥലത്താണ്. എൻ്റെ കൂടത്തിൽ വന്ന് 2 ദിവസം ഒരാഴ്ചത്തോളം നിന്നിരുന്നു. അപ്പൊ എൻ്റെ അമ്മ ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു. അമ്മ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഒരു ദിവസം എനിക്ക് രാവിലെ ഒരു 9:10 ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോകണം. അതുപോലെ തന്നെ മക്കളെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. 4ാം ക്ലാസ്സിന് താഴെയാണ്, 2ലോ 3ലോ ഒക്കെ പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഈ സമയത്ത് രാവിലെ അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കണമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. എന്തോ ഒരാവശ്യത്തിന് ഓഫീസിലോ എവിടെയോ പോകേണ്ടതായതുകൊണ്ട് പുള്ളി പോവുകയും ചെയ്തു. പിന്നെ ഈ 2 മക്കളും അമ്മയും മാത്രമേ ഉള്ളൂ. എനിക്കും ജോലിക്ക് പോകണം. അപ്പം അമ്മ ഡയബറ്റിക് ആയതുകൊണ്ട് അമ്മയ്ക്ക് രാവിലെ ഇൻസുലിൻ എടുക്കേണ്ടത് കൊണ്ട് അമ്മ ഇച്ചിരി താമസിച്ചാണ്, ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ
ഞാൻ ഇൻസുലിൻ എടുത്തിട്ട് പോകാം, പക്ഷെ അമ്മ വേഗം ഭക്ഷണം കഴിച്ചോണോന്ന് പറഞ്ഞു. പക്ഷെ ഈ ഭക്ഷണം കഴിച്ചോണോന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇൻസുലിൻ എടുത്തിട്ട് പോയി. പക്ഷെ എൻ്റെ അമ്മ ഇൻസുലിൻ എടുത്തതിന് ശേഷം ആ ബെഡിൽ നിന്ന് എണീറ്റില്ല. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഏറ്റു പോകാൻ പറ്റിയില്ല. അമ്മ ബെഡിൽ തന്നെ അങ്ങോട്ട് ചരിഞ്ഞ് ബെഡിലേക്ക് വീണു. അതിനുശേഷം എനിക്ക് അറിയില്ല എത്ര മണിക്കൂറോളം എൻ്റെ അമ്മ ആ ബെഡിൽ അതേപടി കിടന്നെന്ന് ചോദിച്ചാല്. കാരണം മക്കള് ചെറുതായതുകൊണ്ടും ഒരു ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസിക്കുന്നത് കൊണ്ടും ഒരു ശനിയാഴ്ച സാറ്റർഡേ ഏതാണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ആ ടൈമില് തൊട്ടടുത്തുള്ള വേറെ കുട്ടികളൊക്കെ വരുകയും അപ്പം അതുങ്ങളൊക്കെ ഇതിലൂടെ ഓടി കളിക്കുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ ഓടി ഇതിനകത്ത് കളിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മ കിടന്ന മുറിയിലേക്ക് കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും അമ്മ കിടന്ന് ഉറങ്ങുക, പാലാമ്മ കിടന്ന് ഉറങ്ങുവാണെന്നുള്ള ഒരു ഫീലില് പിള്ളേര് കളിച്ചോണ്ട് നടന്നു. അപ്പം ബൈ ചാൻസിൽ എൻ്റെ ഹസ്ബൻഡ് എന്തോ ഒരു പേപ്പർ എടുക്കാൻ വേണ്ടിയോ മറ്റോ വീട്ടിൽ തിരിച്ചു വന്നു. അത് ഏകദേശം ഒരു എത്രയാണ്, ഒരു 12:30 1 മണി ആയിരിക്കും. ഞാനൊരു 9 മണിക്ക് ഇൻസുലിൻ കുത്തിയ അമ്മയാണെന്ന് ഓർക്കണം. അപ്പം ഒരു 12:30 അല്ലെങ്കിൽ ഒരു 11:30 12 ആയപ്പോഴത്തേക്കോ മറ്റുമാണ് പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം സാധാരണ അമ്മ കിടക്കുന്നത് എന്തിനാണ് നോക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചെന്ന് പറഞ്ഞു. എന്നാലും അമ്മയ്ക്ക് ഒരു ഇതില്ലല്ലോ, അമ്മ എന്നാ ഇങ്ങനെ കിടക്കുന്നതെന്ന് നോക്കി പുള്ളിക്കാരൻ അമ്മയുടെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും പുള്ളി ഒന്ന് സ്തംഭിച്ച് നിന്നുപോയി. കാരണം അമ്മ പോയി കിടക്കുവാണോ എന്ന് വരെ പുള്ളിക്കാരൻ ഒരു സംശയമായി. അമ്മയുടെ മനസ്സങ്ങോട്ട് വിഭ്രാന്തി കൊണ്ട് പുള്ളി എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആന്റിയെ വിളിച്ചോണ്ട് വന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ്. അപ്പം അടുത്ത് താമസിക്കുന്ന ആന്റിയെ വിളിച്ചോണ്ട് വന്ന് നിർത്തിയതിന് ശേഷമാണ് എൻ്റെ പുള്ളിക്കാരൻ അമ്മയെ നോക്കിയതും. കാരണം വായിക്കൂടെ ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ടായിരുന്നു. ആളാകപ്പാടെ ഹൈപ്പോയിലേക്ക് പോയി. ഭയങ്കര പ്രശ്നമായിട്ട് പുള്ളി പിന്നെ പെട്ടെന്ന് തന്നെ ആളിനെ എടുത്ത് ജനറൽ ആശുപത്രി കോട്ടയത്ത് തന്നെ കൊണ്ടുവന്നു. ഞാൻ അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്, അമ്മയെ കാഷ്വാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, വേഗം ഒന്ന് വരണം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിന് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ശരിക്കും ഗ്ലൂക്കോസ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും ആളുടെ കണ്ടീഷനൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സിറ്റുവേഷൻ ആണ്. അപ്പം ഈ ഡയബറ്റിക് ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ ഒക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് ഈ ആഴ്ച തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിനിലോ വീട്ടിലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും പുള്ളിക്കാരൻ കതകിന് കുറ്റിയിട്ടിട്ടേ കിടക്കത്തുള്ളൂ. അപ്പം ഈ കുട്ടി ചെന്ന് ഫാദറിനെ വിളിച്ചിട്ട് എന്ത് ചെയ്താലും എണീക്കുന്നുമില്ല, ഫാദർ തുറക്കുന്നുമില്ല. ഉടനെ തന്നെ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഹസ്ബൻഡ് രാവിലെ ഇറങ്ങിപ്പോയിരുന്നു, ഷോപ്പ് ഏതാണ്ടാണ്, ഷോപ്പിലേക്ക് പോയി പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നോ മറ്റുമാണ് വീട് കുത്തി തുറന്ന് ഫാദറിനെ പുറത്ത് എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ചില ചെറിയ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പ്രായമായിട്ടുള്ള പേരൻസിനോട് കുറ്റിയിടരുതെന്ന് പറഞ്ഞാൽ അവര് കുറ്റിയിടാതെ ഇരിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് മാറുവാണ്. ഇത്തിരി സ്ട്രോക്ക് എന്തൊക്കെ വന്ന ഒരു ഫാദർ ആയിരുന്നു. എങ്കിൽ പോലും അവരുടെ ആ ഒരു കടുംപിടുത്തത്തിൽ അവരെപ്പോഴും കുറ്റിയിട്ടോണ്ടേ കിടക്കത്തുള്ളൂ. മക്കൾ കുറ്റിയിടരുതെന്ന് പറഞ്ഞാലും ഇവര് കുറ്റിയിട്ടോണ്ടേ കിടക്കുള്ളൂ. പക്ഷെ കുറ്റിയിട്ടോണ്ട് കിടന്നാലത്തെ അവസ്ഥ, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അപ്പം ശരിക്കും നമ്മളൊരു കെയർ ഗീവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഈ പ്രമേഹമുള്ള വ്യക്തിയെ പരിചരിക്കുന്നതെന്ന് മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഈ പ്രമേഹം എന്നത് പഞ്ചസാര കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കഴിക്കരുതെന്ന് മാത്രം പറയേണ്ട ഒരു രോഗമൊന്നും അല്ല. അപ്പം ഇതിന് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ മരുന്ന് കഴിക്കണം. നമ്മൾ ആ ഭക്ഷണത്തിന്റെ രീതി ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് കൊണ്ടുവരണം. സ്ഥിരമായിട്ട് നമുക്ക് പറ്റുന്നത് പോലെയുള്ള ഒരു വ്യായാമമൊക്കെ നടത്തിയാൽ മതി. വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നടന്നാൽ മതി. ഒരു 15-20 മിനിറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ നടന്നാൽ മതി. പിന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ നമ്മളെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാലുകൾക്ക് നല്ല പരിചരണം കൊടുക്കണം. കാലിന്റെ പരിചരണം എന്നാന്ന് ഞാൻ പറയാം. കാലുകൾക്ക് നമ്മൾ നല്ലൊരു പരിചരണം കൊടുക്കുക. പിന്നെ ഞാനിപ്പോ ഈ പറഞ്ഞ 2 ഇൻസിഡന്റ് പോലെ ഒന്നെങ്കിൽ ഹൈപ്പോയിലേക്ക് നമ്മുടെ ആൾക്കാർ പോകാം, അല്ലെങ്കിൽ പേഷ്യന്റ് പോകാം, അല്ലെങ്കിൽ ഹൈപ്പറിലേക്ക് പോകാം. ഇതില് ഹൈപ്പോയും ഹൈപ്പറും, ഹൈപ്പർ ഗ്ലൈസീമിയയും ഹൈപ്പോഗ്ലൈസീമിയയും, അതായത് ഹൈപ്പോ ബ്ലഡ് ഷുഗർ താഴുന്നതും ഹൈപ്പർ ബ്ലഡ് ഷുഗർ കൂടുന്നതും.
ഈ അവസ്ഥ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ കെയർ ചെയ്യുന്നവർക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ശരിക്കും ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നതാ, നമ്മൾ കെയർ ചെയ്യുന്ന ഒരു പോലീസുകാരൻ മാത്രമാകാൻ പോകരുത്. ഇത് കഴിക്കരുത്, അത് കഴിക്കണം, അത് ചെയ്യരുത്, മരുന്ന് കഴിച്ചോ, ഈ ഒരു ഓർഡറും ഇതും മാത്രം ആയാല് അവരത് നമ്മളെ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഇതിനെ നിയന്ത്രിക്കാം എന്ന സമീപനത്തോടെ തന്നെ നമ്മൾ നമ്മുടെ ആൾക്കാരെ കെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചോറില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അല്ലെ. ചോറ്, കപ്പ, ഇങ്ങനെയുള്ള ചേമ്പ്, ചേന, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കും. ഇത് കഴിക്കുന്നതോടെ ഇത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ബ്ലഡിലെ ഷുഗറിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായത്തോടെ ഇത് ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് എത്തുകയും അത് നമ്മൾ പിന്നെ നമ്മുടെ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡയബറ്റീസിൽ എന്നാ സംഭവിക്കുന്നത്? ആവശ്യത്തിന് ഇൻസുലിൻ ഒന്നെങ്കിൽ കാണത്തില്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ശരിക്കും ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുന്നത്. അപ്പം നമ്മൾ ദീർഘകാലം അറിയാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ കൂടി നിൽക്കുക തന്നെയാണെങ്കിൽ നമ്മുടെ ഓരോ അവയവത്തെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവൻ കണ്ണിനെ ബാധിക്കുന്നു, വൃക്കയെ ബാധിക്കുന്നു, നമ്മുടെ നാഡീഞരമ്പുകളെ ബാധിക്കും, ഹൃദയത്തെ ബാധിക്കും, രക്തക്കുഴലുകളെ ബാധിക്കും, അതുപോലെ തന്നെ കാലിനെയൊക്കെ ബാധിച്ച് നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഡയബറ്റിക് ഉള്ള ആൾക്കാർ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതില് ഒരു കെയർ ഗീവർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നമ്മുടെ റോൾ എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഭക്ഷണവും മരുന്നുമാണ്. അപ്പം മരുന്നിന്റെ സമയവും ഡോസും ശരിക്കും അവരെ ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ എടുത്തു കൊടുക്കുകയോ ചെയ്യണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് കഴിവതും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഒരു ഫുഡ് പിരമിഡിന്റെ ഗൈഡ് ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ കൂടുതലും ഭക്ഷണം ഇവർക്ക് കൊടുക്കാന് പറ്റുന്നവര്. പിന്നെ എപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യാൻ പറയുമ്പം നിങ്ങൾ അങ്ങ് നടക്കാൻ പോകും അല്ലെങ്കിൽ നിങ്ങൾ നടന്നിട്ട് പോവാന്നൊക്കെ പറയാതെ നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് പറഞ്ഞ് നമുക്കും ടൈം കണ്ടുവെത്തി അവരോട് കൂടെ നമ്മളൊന്ന് നടക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു മാനസിക പിന്തുണ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഡയറ്റ് നിങ്ങൾ പാലിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കുമ്പോൾ ദേഷ്യപ്പെടാതെ നമ്മളും അത് ഇതിനോടൊപ്പം തന്നെ നിന്ന് അങ്ങനെ മാനേജ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ വാർണിംഗ് സൈൻ എന്താണ്, ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നതാണെന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഈ മരുന്നുകളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് മെഡിസിൻ, ചിലർ ഇൻസുലിൻ എടുക്കുന്നവർ കാണും, ചിലര് ടാബ്ലറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം ചിലപ്പം ചില പേഷ്യൻസ് പറയാം, ഇന്ന് എന്റെ ഷുഗർ ഒക്കെ നോർമലാണ്, അതുകൊണ്ട് ഇന്ന് ടാബ്ലറ്റ് ഒന്നും എടുക്കണ്ട എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവരങ്ങനെ വെക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ നോർമലായി കാണുന്നത് ആ മരുന്ന് കൊടുത്തതിന്റെ ഫലപ്രദമായിട്ടായിരിക്കും എന്നുള്ളതിന്റെ കൊണ്ട് തന്നെ ചിന്തിച്ച് നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ആ മരുന്ന് കഴിക്കുകയും സ്വന്തം തീരുമാനപ്രകാരം ഡോസ് കുറയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കരുത്. എന്താണോ ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് നമ്മൾ മരുന്ന് കഴിക്കുക. കാരണം മരുന്നിന്റെ ഡോസും കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിച്ച് നമുക്ക് തരുന്നത്. അപ്പൊ ആ മരുന്ന് കഴിക്കാൻ നമ്മളൊരു റെഗുലർ റുട്ടീൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ, ഇൻസുലിൻ ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കും. ചിലപ്പം നമ്മൾ കാരണന്മാർക്ക് എടുത്തു കൊടുക്കാറുണ്ട്, അവർ തന്നെ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആ ടെക്നിക്ക് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആ സൈറ്റ് ആണെങ്കിലും നമ്മൾ മാറി മാറിയാണ് കുത്തിവെക്കേണ്ടത്. ഒരു സൈറ്റിൽ തന്നെ നമ്മൾ ഇൻസുലിൻ കുത്തിവെച്ചാൽ നമുക്ക് അതിന്റെ ആക്ഷൻ നല്ല രീതിയിൽ നടക്കത്തില്ല. അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ നശിച്ച് അവിടെ ഒരു കട്ടി പിടിച്ച് ഇരുന്നതിന് ശേഷം വീണ്ടും അതിന്റെ മുകളിലേക്ക് നമ്മൾ കുത്തിയാൽ ഇൻസുലിന്റെ അബ്സോർഷൻ നടക്കാതെ വരും. അപ്പൊ ഈ ഇൻസുലിൻ കൊടുക്കുമ്പോൾ അതിന്റെ സൈറ്റ് മാറി മാറ്റി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ തനിയെ എടുക്കുന്നെങ്കിൽ നമ്മുടെ
കാലിന്റെ മസിൽസിൽ ഔട്ടർ ഏരിയയിലാണ് എടുക്കേണ്ടത്. ഇന്നർ ഏരിയയിൽ എടുക്കാൻ പാടില്ല. അവിടെ കൂടുതൽ നേർസും ബ്ലഡ് വെസൽസും ഒക്കെ പോകുന്നത് കൊണ്ട് ശരിക്കും കാലാണ് എല്ലാവർക്കും കൺവീനിയന്റ്. പിന്നെ നമ്മുടെ പൊക്കിളിന് ചുറ്റും 2 സ്ഥലം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ഔട്ടർ മസിൽസ്, ഡെൽറ്റോയിഡ് മസിലിന്റെ സാധാരണ IM ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ മസിലിന്റെ ഔട്ടർ ഏരിയയിലുമാണ് സാധാരണ തനിയെ എടുക്കുന്നവർ എടുക്കാറുള്ളത്. അപ്പം അത് ആ സൈറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വ്യായാമം പറഞ്ഞു. വ്യായാമം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നടത്തം പോലെയുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഏറ്റവും ഡയബറ്റീസ് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മസിൽസിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ആ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി ഒക്കെ മെച്ചപ്പെടുത്തി കൂടുതൽ അബ്സോർപ്ഷൻ ഒക്കെ നടക്കാനുള്ളത് സാധിക്കും. അപ്പം ഇച്ചിരി നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇച്ചിരി വേഗത്തിൽ നടക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സൈക്കിൾ ചവിട്ടുകയോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് നീന്തുവോ, അല്ലെങ്കിൽ നമ്മൾ ലേഡീസ് ആണെങ്കിൽ ഡാൻസ് അറിയാമെങ്കിൽ ഒരു ശകലം ഡാൻസ് കളിക്കുവോ, പിന്നെ നമുക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ വീട്ടുജോലികളൊക്കെ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സർസൈസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതിന്റെ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മളും ഒരുമിച്ച് ഒരു 20 മിനിറ്റ് അവരുടെ കൂടെ ഒന്ന് നടന്നാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെയും മെഡിസിൻ എടുക്കുന്നുണ്ട്, നമ്മൾ ഇതും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം കാലിന്റെ പ്രശ്നങ്ങൾ, കണ്ണിന്റെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു കാലിന് എന്തെങ്കിലും ഒരു തരിപ്പോ പ്രശ്നങ്ങളോ ഒക്കെ വരുവാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഒരു ഇച്ചിരി കാഴ്ച മങ്ങുവാണെന്നൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഷുഗർ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഈ ഒരു സെക്ഷനിൽ സ്ട്രെസ് മാനേജ്മെന്റും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം ഡീപ് ബ്രീത്തിങ് എങ്ങനെയാണ് എടുക്കുന്നത്, റിലാക്സേഷൻ എക്സർസൈസ് എന്താണ്, മെഡിറ്റേഷൻ നമ്മൾ എന്നും ചെയ്യുന്നു, പ്രെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പാട്ടുകൾ കേൾക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ ശരിക്കും നന്നായിട്ടൊന്ന് ഉറങ്ങുക. ഒരു 8 മണിക്കൂർ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അഡൽട്ട് ആയതുകൊണ്ട് ഒരു മിനിമം എന്താണെങ്കിലും 6 to 7 അവേഴ്സ് നമ്മൾ ഡെയിലി ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഒന്ന് റീജനുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മോശമായ കോശങ്ങളെയൊക്കെ പുതിയതാക്കി എടുക്കാനും ഒന്നും നമുക്ക് ടൈം കൊടുക്കാതെ വരുന്നു. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ഷീണമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ തീർച്ചയായിട്ടും എന്താ, നമ്മൾ കുടുംബാംഗങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുക, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ നല്ലൊരു ക്വാളിറ്റി ടൈം ഒരു 5 to 10 മിനിറ്റ്സ് എല്ലാ ദിവസവും ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്താൽ അതൊരു സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ചെറുപ്പത്തിലെ ഒത്തിരിയും പാട്ട് പാടുന്നവരോ അല്ലെങ്കിൽ വരയ്ക്കുന്നവരോ തുന്നുന്നവരോ നമുക്കുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ചെറിയ സ്വന്തമായിട്ട് കഴിവുകളുണ്ടല്ലോ, ഇഷ്ടമുള്ള ഹോബീസ് ഉണ്ടല്ലോ. നമ്മൾ വീട്ടില് ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിത് വന്നു എന്ന് ഇത് തെറ്റായി പോയി അല്ലെങ്കിൽ നമ്മൾ കുറ്റബോധത്തോടെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് വന്നതിനെ നമ്മൾ മാനേജ് ചെയ്ത് നമുക്ക് എത്രയും നന്നായിട്ട് ജീവിക്കാവോ അത്രയും നന്നായിട്ട് ജീവിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എനിക്കിത് വന്നു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഡിപ്രഷനിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം പിന്നെ നമ്മുടെ സ്ഥിതി വഷളാകത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ആ ഒരു സന്തോഷം വഷളാകത്തേ ഉള്ളൂ. അപ്പം വന്നതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നുള്ള വഴികളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ കാലിന്റെ പരിചരണമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കാലൊക്കെ നല്ല രീതിയിൽ നമ്മൾ പരിചരിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ ലോ ക്ലാസ് ഫാമിലിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പരിചയത്തിലുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കാലിന്റെ പരിചരണം നമ്മൾ ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ഷുഗർ ഒത്തിരിയും കൂടുതലായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ നേർസിന് നല്ല ഡാമേജ് ഉണ്ടായതിനു ശേഷം കാലിനകത്ത് ഒരു മുറിവ് വന്നാലോ അല്ലെങ്കിൽ ഒരു തരിപ്പോ മരപ്പോ വന്നാലൊന്നും ഇവരറിയത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ കാല് ഡെയിലി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാലിൽ എന്തെങ്കിലും മുറിവ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ചുമപ്പോ തടിപ്പോ എന്തെങ്കിലും ഉണ്ടോ, വീക്കമുണ്ടോ, തൊലി പൊട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും വ്രണമുണ്ടോ, അതുപോലെ തന്നെ കാലിന്റെ വെള്ളക്കകത്ത് വല്ല നിറവ്യത്യാസമൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ച് വിരലില്, അതുപോലെ എന്തെങ്കിലും
പഴുപ്പ് പോലെയോ എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ, വിരലിന്റെ ഇടയിൽ പൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ ഈ കാലുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര എത്ര പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാല് ഡയബറ്റിക് ഫുഡായിട്ട് തന്നെയാണ് പേഷ്യൻസ് കിടക്കാറുള്ളത്. എന്തുകൊണ്ടാണ്? ആ കാല് ആദ്യമേ ശ്രദ്ധിക്കത്തേയില്ല, പരിചരിക്കത്തേയില്ല. അവസാനം വെച്ചുകൊണ്ടിരുന്ന് കാലിന് കറുപ്പ് കളറ് കയറി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ഈ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയുന്നത് എന്താണ്? ഈ വിരലിലേക്ക് രക്തഓട്ടം ഇല്ല, ആ വിരല് അല്ലെങ്കിൽ ആ കാല് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂന്നായിരിക്കും അവർ പറയുന്നത്. ആ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം കാലിന്റെ കാര്യം അറിയുന്നത്. ചിലർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്താ, സാരമില്ല. അല്ലെങ്കിൽ ചിലപ്പം അറിയാൻ വയ്യാതെ തന്നെ അതിന്റെ അടിയിൽ ഒരു മുറിവുണ്ടായാൽ പോലും നമ്മൾ അറിയത്തില്ല. അപ്പം ഈ കാല് നമ്മൾ ഡെയിലി എന്നും കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കണം. വിരലുകൾക്കിടയിലാണെങ്കിലും ഈർപ്പം ഒന്നും ഉണ്ടാകരുത്. ഇനി എന്തെങ്കിലും വരണ്ട ചർമ്മമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാസ്ലൈനോ അതുപോലെ ഉള്ള എന്തെങ്കിലും മോയ്സ്ചർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നഖങ്ങളാണെങ്കിലും ഇത്തിരി നീട്ടിയൊന്നും വളർത്തരുത്. നഖങ്ങൾ നമ്മൾ ശരിക്കും ശരിയായ രീതിയിൽ അത് മുറിച്ച് കളയണം. പിന്നെ മുറിവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ചെരുപ്പ് ഇടാതെ നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെരുപ്പിടുമ്പം നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള നമ്മുടെ കാലിന്റെ അളവിന് ചേർന്നിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഫുട്വെയർ മാത്രം ധരിക്കുക. അതുപോലെ ചിലർ ഷൂസ് ഇടുന്നോട് കാണും. ഷൂസ് ഇടുമ്പം സോക്സിലോ അല്ലെങ്കിൽ ഷൂവിനകത്തോ വലിയ കല്ലോ മുള്ളോ അങ്ങനെ ചെറിയ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടോ, ചിലപ്പം ഇതൊക്കെ ഈ പഴുതാര അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചിലപ്പം കയറിയിരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ല, കല്ലും മുള്ളും ഈ സാധനങ്ങൾ ജീവികളും ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇതെടുത്തിടാൻ പാടുള്ളൂ. പിന്നെ എന്തെങ്കിലും മുറിവോ ഇൻഫെക്ഷനോ ഇങ്ങനെ കറുത്ത നിറവോ എന്തെങ്കിലും ഡിസ്ചാർജോ ഒക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കാണുക എന്നുള്ളതേ ഉള്ളൂ. ഡയറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ വരാറുള്ളത്. ശരിക്കും ഡയറ്റിൽ നമ്മൾ എന്താ പറയാറുള്ളത്? നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും മറ്റുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ്, ഭൂമിയുടെ അടിയിലേക്ക് വളരുന്ന സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഭൂമിയുടെ അടിയിലോട്ട് വളരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ സാധനങ്ങളാ ഭൂമിയുടെ അടിയിലോട്ട് വളരുന്നത്? ചേമ്പ്, ചേന, കപ്പ, ചെറിയ. പക്ഷെ ഇതൊക്കെ കണ്ടാൽ നമുക്കൊട്ട് കഴിക്കുകയും ചെയ്യണം അല്ലേ? നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ അതിന്റെ അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വളരെ അളവ് കുറച്ചേ കൊടുക്കാവുള്ളൂ. അതിലും കൂടുതൽ നമ്മൾ വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പയറ്, കടല, പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. ഫൈബർ കൂടുതലുള്ള ഭക്ഷണം ഇവർക്ക് കൊടുക്കുക. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കൊടുക്കണം. അതുപോലെ തന്നെ ഫാറ്റിന്റെ അളവാണേലും ആവശ്യത്തിന് വേണം. പിന്നെ ധാരാളം വെള്ളം കുടിപ്പിക്കണം. പിന്നെ ഡയബറ്റിസ് നേരത്തെ സാർ ക്ലാസ് എടുത്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡയബറ്റിസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാനുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു മാർഗം എന്നാന്ന് ചോദിച്ചാൽ 3 P's പ്ലസ് വെയിറ്റ് ലോസ് ആണ്. അതായത് 3 P's എന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ദാഹം ഉണ്ടായിരിക്കും, അമിതമായിട്ടുള്ള വിശപ്പുണ്ടായിരിക്കും, അമിതമായിട്ട് വെള്ളം കുടിക്കാൻ തോന്നും. ഈ ഒരു 3 സിറ്റുവേഷനും വെയിറ്റ് ലോസും ഉണ്ടെങ്കിൽ മിക്കവാറും ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമാകാം. അതിന് പറയുന്നത് പോളിഫാജിയ, പോളിഡിപ്സിയ, പോളിയൂറിയ. ധാരാളം മൂത്രം പോകും, ധാരാളം വെള്ളം കുടിക്കണം തോന്നും, ധാരാളം ഭക്ഷണം കഴിക്കാൻ തോന്നും. ഭക്ഷണത്തിനോടൊരു ആർത്തിയായിരിക്കും നമുക്ക് വരുന്നത്. ഈ ചോറിനോടൊക്കെ ഭയങ്കര ആർത്തി വരും ഇത്തരം പേഷ്യൻസിന്. അതിന്റെ കൂടെ വെയിറ്റ് ലോസും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നോക്കിയാൽ മതി, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഈ ക്യാൻഡി ഒക്കെ അധികം എടുക്കുന്നത്, സ്വീറ്റ്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കാതിരിക്കുക, ഫ്രൈഡ് ഫുഡ്സ് ഉപയോഗിക്കാതിരിക്കുക. പ്രോട്ടീൻ ശരിക്കും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം. റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല, കാരണം കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് വേണം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം 1 കപ്പ് ചോറും അതിന്റെ കൂട്ടത്തിൽ കൂടുതൽ വെജിറ്റബിൾസ് ഉപയോഗിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതിന് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ ഡയറ്റീഷ്യൻ കാണും.
ഇല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്, ഡയബറ്റിക് ചാർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ സഹായം തേടാം നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണം കഴിക്കണ്ടെന്ന് അറിയാൻ. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയയും ഹൈപ്പർ ഗ്ലൈസീമിയയും അല്ലെ. ഒരു പേഷ്യന്റ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ കിടക്കുവോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ തല കറങ്ങുവോ, ഷുഗറുള്ള ആൾക്കൊക്കെ ഉണ്ടായാൽ എങ്ങനെയാണ് ഹൈപ്പോ തിരിച്ചറിയുന്നതും ഹൈപ്പർ തിരിച്ചറിയുന്നതും ഇച്ചിരി പാടാണ് മനസ്സിലാക്കാൻ. എങ്കിലും ജസ്റ്റ് അതിന്റെ ആ സിംറ്റം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഒരു 70 mg/dL കുറവാണ് ബ്ലഡ് ഷുഗറിലാണ് ഹൈപ്പോ അടിക്കുന്നത്. അതിനകത്ത് എന്താണേലും ഈ പേഷ്യൻസിനെ നന്നായിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് മുഖവും അതുപോലെ തന്നെ കൈയും അതുപോലെ ചെസ്റ്റിലൊക്കെ നമുക്ക് ശരിക്കും വിയർപ്പറിയാൻ പറ്റും. അവരുടെ കൈകൾ വിറയ്ക്കും, അവർക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വരും, ഹൃദയമിടിപ്പ് കൂടും, തലചുറ്റല്, ക്ഷീണം, അസ്വസ്ഥത, കൺഫ്യൂഷൻ ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഗുരുതരമായി പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും സീഷറും ബോധക്ഷയവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ട് ബോധക്ഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 15 ഗ്രാം 15 ഗ്രാം ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. എന്തെങ്കിലും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ക്യാൻഡി അല്ലെങ്കിൽ നമ്മുടെ എന്താ ഹാർഡ് ക്യാൻഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് നമുക്ക് രോഗിക്ക് ഈ സീഷർ ഒന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ കൺഫ്യൂഷനിലൊക്കെ പോകാതെയൊക്കെ നമുക്ക് ആളിനെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് എത്രയും പെട്ടെന്ന് അടിയന്തര ചികിത്സാ സഹായം തേടിയാൽ മതി. അതേസമയം ഷുഗർ കൂടി നിൽക്കുവാണ്, പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഇവർക്ക് അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, ക്ഷീണം കാണും, തലവേദന കാണും, എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാം, ഛർദി, വയറുവേദനയും, പിന്നെ ഇവരിൽ ആഴത്തിലുള്ള ശ്വാസമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആ ശ്വാസത്തിന് തന്നെ ഒരു ഫ്രൂട്ടിന്റെ സ്മെല്ലൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പെട്ടെന്ന് ശരീരത്ത് വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം, പെട്ടെന്ന് മയങ്ങുകയും കൺഫ്യൂഷനിലേക്കൊക്കെ പോകും. ഇപ്പം ഈ ഹൈപ്പോയും ഹൈപ്പറും തിരിച്ചറിയാൻ പാടില്ല. എല്ലാ വീട്ടിലും തന്നെ ഷുഗർ ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, ഗ്ലൂക്കോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ ഈ സിംറ്റം ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഗ്ലൂക്കോമീറ്റർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാൻ അറിഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഹൈപ്പോയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഹൈപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് അതിന്റെ മാനേജ്മെന്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം മെയിനായിട്ടും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ മെഡിസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, മീൽസിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, വ്യായാമത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, മൈൻഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, നമ്മൾ നന്നായിട്ട് പേഷ്യന്റിനെ നിരീക്ഷിക്കണം, കാലുകൾ ദിവസവും നമ്മളൊന്ന് പരിശോധിക്കണം, എന്തെങ്കിലും അപകട സൂചനകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയുക എന്നുള്ളതാണ് മെയിനായിട്ടും ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഈ ഇൻസുലിൻ എടുക്കുമ്പം എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആമിന്റെ ഔട്ടർ ആസ്പെക്റ്റിലാണ് എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 2 ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഒരു ദിവസം ഒരു ലൈനിന്റെ ഭാഗത്ത്, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ലൈനിന്റെ ഭാഗത്ത്, മൂന്നാമത്തെ ദിവസം പിന്നെയും ആദ്യത്തെ ലൈനിന്റെ ഭാഗത്ത്, അങ്ങനെ അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഈ ഇൻസുലിൻ ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ജി ഇതിനകത്തുണ്ട്, തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. ഇപ്പം ഡയബറ്റിക് പേഷ്യന്റ് നമ്മുടെ ഒന്നും വീട്ടിൽ ഇല്ലാതിരിക്കട്ടെ. പിന്നെ അതില്ലാതിരിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കേരളം അങ്ങ് എന്താണ് ഡയബറ്റീസിന്റെ ക്യാപിറ്റലായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഡയബറ്റീസ് കുറയ്ക്കാൻ പറ്റും. മെയിനായിട്ടും ഡയബറ്റിക് ഫുഡൊക്കെ ഉണ്ടായി കാലൊക്കെ 2 കാലും മുറിച്ച് കളഞ്ഞ അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊക്കെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ഥിരം ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഇഷ്ടംപോലെ ഡയബറ്റിക് ഫുഡുമായിട്ടുള്ള പേഷ്യൻസും മുറിച്ച് കളയുന്ന അവസ്ഥയും എല്ലാം. അതൊന്നും ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഒരു അവയർനെസ് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് വളരെ ആക്സിഡൻ്റലായിട്ട് ഉണർന്നപ്പോൾ എന്താണെന്ന് കയറിയേക്കാന്ന് വെച്ചു. കുറേ ദിവസമായി കയറിയിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും
ഈവൻ റെക്കോർഡിങ് പോലും രണ്ട് ദിവസം മുടങ്ങുകയും ചെയ്തു. ഇത് ഈ ഞാൻ ഡയബറ്റീസിൻ്റെ കുറച്ച് ഒരു 3 ഇത് എടുത്തതാണ്. ശീലമാം എടുക്കുമ്പോൾ ഡയബറ്റിക് കെയറിന് എടുക്കുമ്പോൾ ഒന്ന് എന്തായാലും ഇന്ന് ഞാൻ ഉണരുകയും ചെയ്തു. പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിനകത്ത് വളരെ സന്തോഷം. ഇതിനകത്ത് മാഡം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള പ്രധാന സജഷൻ, ഇൻസുലിൻ എടുക്കുന്നവർ കൈകാലുകളിൽ എടുക്കാതിരിക്കുക. കാരണം എനിക്ക് തന്നെ ഒരുപാട് എൻ്റെ പേഷ്യൻസിനെ പറ്റിയിട്ട് എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഒരു പേഷ്യൻ്റ് പിന്നെ സാറ് നമ്മളെ പ്രായമുള്ള 75 വയസ്സുള്ള ആളാണ്. ഷുഗർ ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. അനിയന്ത്രിതമായി ഷുഗർ പോവുകയാണ്. എന്ത് ചെയ്തിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല. അവസാനം എനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്നത് എവിടെയാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ച സമയത്ത് കയ്യിലും കാലിലും എടുക്കുന്നതെന്ന് സാർ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ സാറിൻ്റെ പറഞ്ഞു, അപ്പോൾ ഇതൊന്ന് മാറ്റി നോക്കൂ, ഒരു പൊസിഷൻ ഒന്ന് മാറ്റി വയറ്റത്താക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് കാണാമോ നിങ്ങൾക്ക്? നമ്മുടെ വയറ്റത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇൻസുലിൻ എടുക്കാൻ. കൈകാലുകളിൽ എടുക്കുന്നതിനും ഇൻസുലിൻ എടുക്കുന്നതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് കറക്റ്റ് പൊസിഷനിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻസുലിൻ അവൈലബിൾ ആയിരിക്കില്ല. 45 ഡിഗ്രി, അത് പറഞ്ഞത് 45 ഡിഗ്രി ചരിച്ച് കറക്റ്റായിട്ട് എടുത്തെങ്കിൽ മാത്രമേ ഇൻസുലിന് നമുക്ക് മൊത്തം അവൈലബിൾ ആവൂ. തൊലിക്കകത്താണെങ്കിൽ അവൈലബിൾ ആവത്തില്ല, തൊലിക്ക് അടിയിൽ കൃത്യമായിട്ട് ചെന്നില്ലെങ്കിൽ അവൈലബിൾ ആവില്ല. ഇത് പല കേസിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഇൻസുലിന് നിങ്ങൾ ഇത് വരുമ്പോൾ നമ്മുടെ ഇത് വയറിൻ്റെ മേൽഭാഗം മുതൽ പൊക്കിൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മൊത്തം മേളെ അറ്റം തൊട്ട് ഒരു എൻഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു സൈഡിലോട്ട് ഇടത്തുനിന്ന് വലത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇടത്തെ അറ്റം വന്നു കഴിയുമ്പോൾ താഴേക്ക് 2 ഇഞ്ച് താപ്പോട്ട് വെച്ചിട്ട് വലത്തോട്ടെടുത്ത് വീണ്ടും ഇങ്ങേ അറ്റം വന്നു കഴിയുമ്പോൾ ഇടത്തെ താപ്പോട്ട് പിന്നെ ഒരു 2 ഇഞ്ച് താപ്പോട്ട് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ വയറ്റത്ത് ഇൻസുലിൻ എടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഇൻസുലിൻ വയറ്റത്ത് എടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയേ വേണ്ട, ജസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് എടുക്കുക. കേൾക്കാമോ നിങ്ങൾക്ക്? പെർപെൻഡിക്കുലറായിട്ട് എടുത്താൽ മതി, അതിന് ഒന്നും അറിയാനില്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. പെർപെൻഡിക്കുലറായിട്ട് എടുക്കുക. പിന്നെ താഴെ ആ ഓർഡറിൽ ഇങ്ങനെ താഴെ അറ്റം വരുമ്പോഴത്തേക്ക് 10-30 ദിവസമാവും. വീണ്ടും പഴയ സ്ഥലത്ത് തുടങ്ങുക. എന്നുവെച്ചാൽ ഒരു 10 ദിവസത്തിനകത്ത് ഒരു ഏരിയയിൽ എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ലൈപ്പോഡെസ്ട്രഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. തൊലിയുടെ അടിഭാഗത്തുള്ള കൊഴുപ്പ് നശിച്ചു പോയിട്ട് ഫൈബ്രോസ് ആവും. ഫൈബ്രോസ് ആയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആവില്ല. അതുകൊണ്ട് നമ്മൾക്കറിയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദി അവൈലബിലിറ്റി ഓഫ് ഇൻസുലിൻ വിൽ ബി മോർ. വയറ്റത്തെടുക്കുന്നത് ഇൻസുലിൻ്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. ഇത് നല്ല ഫുള്ള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഞാൻ കൈകാലുകളുടെ കാര്യം പറഞ്ഞു എന്നുവെച്ചാൽ കൃത്യമായിട്ട് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആവില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ ഈ വയറ്റത്തെടുക്കാൻ അവരെ ഉപദേശിക്കുക. ഈ പേഷ്യൻ്റ്, ഞാൻ ഈ പറഞ്ഞ ആ പേഷ്യൻ്റ് പിന്നെ ദേവദാസ് സാറ് ഈ ഷുഗർ ലെവൽ കൺട്രോൾ ആയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റി. അതാണ് ഞാൻ നല്ല അവൈലബിലിറ്റി വയറ്റത്തെടുക്കുന്നത്
നല്ല അവൈലബിലിറ്റി, ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത് വൈദ്യുതി എടുക്കുന്നതിനാണ്. പിന്നെ ഇൻസുലിൻ, ഈ പ്രമേഹത്തിൻ്റെ കാര്യം സംസാരിച്ചാലും തീരില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അടി മുതൽ മുടി വരെ എന്ന് വെച്ചാൽ കാലുകളിലെ നഖം മുതൽ എന്നുവെച്ചാൽ അതാ പറഞ്ഞ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരസുഖം വേറെ ഇല്ല. ഇവൻ ക്യാൻസർ പോലും ഇല്ല. മനസ്സിലാക്കുക, അടി മുതൽ മുടി വരെ. അതുകൊണ്ട് അത്ര കെയർഫുള്ളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചിലവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ഇപ്പം പിന്നെ ഒരു 1000-നകത്ത് ഒരു പിന്നെ നമുക്ക് ഗ്ലൂക്കോമീറ്റർ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു വർഷം 2 വർഷമൊക്കെ വാറണ്ടിയും കാണും. നിങ്ങൾ ഇൻസുലിൻ അത് ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലാബിൽ പോയിട്ട് അവർ നമ്മുടെ വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന സമയത്ത് വിരലിൽ നമ്മൾ ഷുഗർ നോക്കുക. വിരലിൽ ഷുഗർ നോക്കുക. അവരെടുക്കുന്ന ബ്ലഡല്ല, പല ലാബുകാരും അങ്ങനെ ചെയ്യാറുണ്ട്. അവരെടുക്കുന്ന ബ്ലഡ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ ഒഴിച്ചു തരും. അങ്ങനല്ല ചെയ്യേണ്ടത്. വിരലിൽ നമ്മൾ ഷുഗർ നോക്കുക. എന്നിട്ട് ലാബിലെ റിസൾട്ടും വിരലിലെ റിസൾട്ടും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. സാധാരണയായിട്ട് 15 മുതൽ 20 മില്ലിഗ്രാം വരെ കൂടുതലായിരിക്കും ഗ്ലൂക്കോമീറ്ററിൽ കിട്ടുന്ന അളവ്. നല്ല ഗ്ലൂക്കോമീറ്റർ ആണെങ്കിൽ 15 മുതൽ 20 മില്ലിഗ്രാം വരെ കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, വിരലിൽ നമ്മൾ നോക്കുന്നത് കാപ്പിലറി ബ്ലഡാണ്. എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള ബ്ലഡാണ്. അതുകൊണ്ട് അത് കൂടുതലും മറ്റേ ലാബിൽ എടുക്കുന്നത് വെച്ചാൽ വെയിനിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് യൂട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ബ്ലഡാണ്. ഗ്ലൂക്കോസ് ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ബ്ലഡാണ്. അത് അളവ് കുറവായിരിക്കും. നല്ല ഗ്ലൂക്കോമീറ്റർ ആണെങ്കിൽ ഈ വ്യത്യാസം കാണും. എനിവേ, നമ്മൾ ഗ്ലൂക്കോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ബ്ലഡ് ഷുഗർ എത്രയാണെന്ന്, ഇപ്പം 20 മില്ലിഗ്രാം കൂടുതലാണെങ്കിൽ ഇപ്പം 170 വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 150 ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിത് ലാബ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒരു ഗ്ലൂക്കോമീറ്റർ വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഓരോ പേഷ്യൻസൊക്കെ മാസങ്ങൾ കഴിയുമ്പോഴാണ് നോക്കുന്നത്. പാടില്ല. അറ്റ്ലീസ്റ്റ് ആഴ്ചയിലെങ്കിലും ഒരു ദിവസം ഗ്ലൂക്കോമീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ലാബിൽ പോയിട്ട് പിന്നെ നമ്മൾ ഇത് ഷുഗർ നോക്കുക. അടുത്ത ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഒരു ഷുഗർ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലൊരിക്കലും ഒരു ഡയബറ്റോളജിസ്റ്റിനെ കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഡം ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, ഫുഡിൻ്റെ സംരക്ഷണം പറഞ്ഞു, പാദ സംരക്ഷണം. പാദങ്ങൾ, എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പാദങ്ങൾ ഓക്കെ ആണെങ്കിൽ എവറിഥിങ് വിൽ ബി ഓക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് സോപ്പിട്ട് കാലുകൾ കഴുകി തുടച്ചുണക്കി എല്ലാ ഭാഗവും ചെക്ക് ചെയ്യണം. വിരലിൻ്റെ അടിവശം എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിറവ്യത്യാസം, പോറല്, എന്തെങ്കിലും ഞൊണല്, എന്തെങ്കിലും, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട്, നമുക്ക് കാലിൻ്റെ സ്പർശന ശക്തി കുറവായതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും അറിയത്തില്ല, പേഷ്യൻ്റ് അറിയത്തില്ല. അവൻ എന്തെങ്കിലും കൊണ്ടിരിക്കും, കാലിൻ്റെ വെള്ളയ്ക്ക് എന്തെങ്കിലും മുള്ളോ മുടിച്ച് കൊണ്ടിരിക്കും, നമ്മൾ അറിയില്ല. അപ്പോൾ എവരി ഡേ, എല്ലാ ദിവസവും രാത്രിയിൽ കാലുകൾ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് കാല് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്, നമുക്ക് നോട്ടം എത്താത്ത ഭാഗത്താണെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നോക്കിച്ച് എന്തെങ്കിലും കൊണ്ടിരിപ്പുണ്ടോ, എന്തെങ്കിലും പോറലുണ്ടോ. ഒരു പോറൽ പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ആശുപത്രിയിൽ പോവുകയും കർശനമായി ആൻറ്റിബയോട്ടിക് കഴിച്ചിരിക്കണം.
ആണ് ഇൻഫെക്ഷൻ വന്ന ഒരു പോറൽ പോലും അശ്രദ്ധയായിട്ട് കളയാൻ പാടില്ല. ഓക്കെ, അപ്പം ആ ഒരു ശീലം ഉണ്ടാക്കുക. പിന്നെ ഇൻസുലിൻ്റെ അളവ് ഡോക്ടർമാർ പോലും തെറ്റിക്കാറുണ്ട്. അതും നോക്കുക. ഇപ്പോൾ ഹൈപ്പോഗ്ലൈസമിയുടെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി കൂടിയാലും വേണ്ടിയില്ല, യാതൊരു കാരണവശാലും. ചില പ്രായം കുറഞ്ഞവരെ ചികിത്സിക്കുന്നതും പ്രായം കൂടിയവരെ ചികിത്സിക്കുന്നതും രണ്ട് വീക്ഷണ കോണോടുകൂടിയാണ്. എന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും ഷുഗർ ലെവൽ കുറഞ്ഞു പോകരുത്. അപ്പോൾ പിന്നെ 50 യൂണിറ്റ് ഇൻസുലിനാണ് നമുക്ക് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ 40 യൂണിറ്റ് ഇൻസുലിനാണ് ഒരു ദിവസം നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. പോയിന്റ് നമ്മൾ ഒരു ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0.25 mg/kg വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് എഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ 0.5 mg/kg വെച്ചെടുക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇതൊക്കെ ഡോക്ടർമാർ ചെയ്യുന്ന കാര്യമായുണ്ട്. ഡോക്ടർമാർ തെറ്റിക്കാറുണ്ട്. 40 യൂണിറ്റ് ഇൻസുലിനാണ് നമുക്ക് വേണ്ടത് എങ്കിൽ അതിൻ്റെ 2/3 ഭാഗം രാവിലെയും 1/3 ഭാഗം രാത്രിയിലുമാണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 40 യൂണിറ്റാണ് മൊത്തം വേണ്ടതെങ്കിൽ 30 യൂണിറ്റ് രാവിലെയും 10 യൂണിറ്റ് 30 യൂണിറ്റ് ഇൻസുലിനാണ് വേണ്ടതെങ്കിൽ 20 യൂണിറ്റ് രാവിലെയും 10 യൂണിറ്റ് രാത്രിയിലും. ആ പ്രൊപ്പോർഷൻ മനസ്സിലായില്ല? 2/3 ഭാഗം രാവിലെ, 1/3 ഭാഗം രാത്രിയിലും. ഇത് ആ പ്രൊപ്പോർഷൻ. ഇത് രാത്രിയിൽ കൂടുതൽ ഇൻസുലിൻ എടുക്കാൻ പാടില്ല. പല ഡോക്ടർമാരും 30, 15 വെറുതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡയബറ്റോളജിസ്റ്റിന് തന്നെ പിന്നെ കാണിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇച്ചിരി കൂടിയാലും വേണ്ടില്ല, കുറയാൻ പാടില്ല. പ്രായമുള്ളവരെ ചികിത്സിക്കുന്നത് അങ്ങനെയാണ്. ഇച്ചിരി കൂടിയാലും വേണ്ടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. കാരണം കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റിറോയിഡ് ഹോർമോൺസ്, സ്റ്റിറോയിഡ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ എങ്ങനെയും ഷുഗർ കൂട്ടണം എന്ന് നമ്മുടെ ശരീരത്തിനറിയാം. അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് കോർട്ടിസോൾസ് ഹോർമോൺസ് കൂടുകയും ഈ കൂടുന്ന സമയത്ത് ധാരാളം ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് കോർട്ടിസോൾ ഹോർമോൺസ് കൂടുന്നത് കൊണ്ട് നമ്മുടെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഹൈ ലെവലിലേക്ക് പോകും. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് പ്രഷർ കൂടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ കുറഞ്ഞു പോയതാണോ എന്നാണ്. പെട്ടെന്ന് BP കൂടി വന്നു കഴിഞ്ഞാൽ BP ക്കല്ല അവിടെ ചികിത്സ വേണ്ടത് ഷുഗർ കുറഞ്ഞതിനാണ്. ഷുഗർ കൊടുത്ത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ BP സാധാരണ നിലയിലേക്ക് വരും. 1. 2, ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഒബ്സർവേഷനിൽ 24 മണിക്കൂർ നമ്മൾ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ 24 അവർ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഈ BP കൂടി ഹൈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രോക്കിനോ ഹാർട്ട് അറ്റാക്കിനോ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാരണം ഈ കോർട്ടിസോൾസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ BP കൂടുക, പെരിഫറൽ വാസോ കൺസ്ട്രിക്ഷൻ വരും, രക്തക്കുഴലുകൾ ചുരുങ്ങും, സാധാരണ ചുരുങ്ങും. അപ്പം ഒന്നാമത്തെ കാര്യം ഡയബറ്റിക് പേഷ്യൻ്റ് രക്തക്കുഴലുകൾ മൊത്തമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്, ചുരുക്കം വന്നുകൊണ്ടേയിരിക്കും. കാരണം ആൻജിയോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്, ഞാനത് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിനെ പ്രധാനമായിട്ട് ബാധിക്കുക നമ്മുടെ കാലുകളെയാണ്. ഓക്കെ, അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. കാല് പൊന്നുപോലെ സൂക്ഷിക്കുക. പിന്നെ വേറൊരു അഡ്വൈസ് എനിക്ക് തരാനുള്ളത്, ഞാൻ ആ ഗ്രൂപ്പിനകത്തില്ല, ഈ നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ഉപയോഗിക്കുന്ന ചെരുപ്പ് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം. ആ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം എന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ ഒരു പിന്നെ ഫുഡ് വെയറിൻ്റെ പടം ഞാൻ ഇട്ടേക്കാം. അതിൻ്റെ സോള് MCR റബ്ബർ വെച്ചുള്ളതായിരിക്കണം. MCR മൈക്രോനൈസ്ഡ്
റബ്ബർ, അല്ലെങ്കിൽ മൈക്രോ നൈസ്ഡ് പോളി യൂർത്തൈൻ. രണ്ട് ഉണ്ട്. മൈക്രോ MCR റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് കടക്കാർക്ക് അറിയാം, ചെരുപ്പ് കടക്കാർക്ക് അല്ലെങ്കിൽ ചെരുപ്പ് കുത്തികൾക്കറിയാം. അത് പിന്നെ MCR റബ്ബർ വെച്ചുള്ളതായിരിക്കണം. പിന്നെ കാലിൻ്റെ സ്ട്രാപ്പുകൾ പുറവശത്തൂടെ സ്ട്രാപ്പ് ഉള്ള ചെരുപ്പായിരിക്കണം. 2. 3, കാലിൻ്റെ പാദങ്ങളിലുള്ള മേളിലുള്ള സ്ട്രാപ്പ് എന്ന് പറയുന്നത് 2 സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് അത് നമുക്ക് ഇടാൻ പറ്റും. ചെരുപ്പ് കൃത്യമായിട്ട് നമ്മുടെ അളവിലുള്ള ചെരുപ്പ് തന്നെ നമ്മൾ തന്നെ പോയി വാങ്ങിക്കണം. അത് ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ഫുട്വെയർസ് ഇൻ ദി ഈവനിങ്. കാരണം കാലിന് ചെറിയ നീരുണ്ടാവും. പക്ഷേ ഈ സ്ട്രാപ്പ് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന സ്ട്രാപ്പാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കാലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാലിൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഞാൻ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു അധികം ഡോക്ടർമാരെ ഞാൻ കണ്ടില്ല. പേഷ്യൻറ്റിൻ്റെ ഡയബറ്റിക് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ കാലിലെ പൾസ് നോക്കിയിരിക്കണം. പക്ഷെ നല്ലൊരു ഭാഗം ഡോക്ടർമാരും കാലിലെ പൾസ് നോക്കാറില്ല. കാലിൽ പ്രധാനമായിട്ട് 2 ഇപ്പോൾ ഇതാണുള്ളത്. ആൻറ്റീരിയർ ഡോർസാലിസ് പീഡിയസും പോസ്റ്റീരിയർ ടിബിയലും. പിന്നെ അത് നമുക്ക് ശരിക്കും പേഷ്യൻ്റ് അറിഞ്ഞിരിക്കുന്നത് പോലും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് പിന്നെ എൻ്റെ കാലുകൾ കാണാൻ പറ്റുമോ? കാണാമോ കാല്? ഹലോ, ഇല്ല ഇല്ല കാണാം. അല്ല ശരിക്കും കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റുമോ? കാണാം സർ. കാണുന്നുണ്ട്. ഈ തള്ളവിരലിൻ്റെയും രണ്ടാമത്തെ വിരലിൻ്റെ ഇടയ്ക്കുന്ന് ബേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഡോർസാലിസ് പീഡിയസ് പൾസ് കിട്ടുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് തന്നെ നോക്കാം. ഓക്കെ. പിന്നെ ഈ കാലിൻ്റെ ഈ ഇവിടെ ഒരു ചിരട്ട ഉണ്ടല്ലോ, കാണാമോ? കാണാം. ഓക്കെ. അതിന്റെ പുറകുവശം, ഈ ചിരട്ടയുടെ പുറകുവശം ഇവിടെ കാണാമോ? എപ്പോഴും പൾസ് നോക്കുമ്പോൾ 3 വിരൽ വെച്ച് നോക്കണം. കാരണം പൊസിഷന് പിന്നെ എല്ലാ പേഷ്യൻറ്റിനും ഒരേ പൊസിഷനിലായിരിക്കത്തില്ല, ചെറുമാരി വരെ. ഇവിടെ വരെ ഇത് പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി. ഈ ടിബിയൽ ആർട്ടറിയുടെ പൾസേഷനും നല്ല ഭംഗിയായിട്ട് കിട്ടും. ഈ ഇതിന്റെ പുറവശത്ത് ഈ 3 വിരൽ വെച്ച് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ആൻറ്റീരിയർ ഡോർസാലിസ് പീഡിയസ്. ഓക്കെ. അപ്പം പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഷ്യൻസിന് ഞാൻ പിന്നെ പൾസ് നോക്കുന്ന കാലയില. ഇപ്പോൾ കയ്യിലെ പൾസോട്ട് കമ്പയർ ചെയ്യത്തേ ഉള്ളൂ. അതേപോലെ തന്നെ നല്ല നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്ക് പിന്നെ വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു കാലിൽ കളർ ഡോപ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ 1200 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഡോപ്ലർ ചെയ്ത് കിട്ടും. പൾസേഷൻ കുറവാണെങ്കിൽ 2 കാലിൽ ആർട്ടീരിയൽ ഡോപ്ലർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒരു പൾസേഷൻ നമ്മൾ എവറി ഡേ നമ്മൾ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഡോക്ടർമാർ നോക്കാറില്ല. ഞാൻ അടുത്ത സമയത്ത് എൻ്റെ ഒരു പേഷ്യൻ്റ് അഞ്ചൊരു പേഷ്യൻ്റ് എൻ്റെ അടുക്കൽ ഞാൻ നിർദ്ദേശം കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടറൊക്കെ ചെല്ലുമ്പോൾ ഈ കാലിലെ പൾസ് നോക്കാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഞാനിപ്പോൾ കോഴിക്കോടാണ്. ആ ഡോക്ടർ കാലിലെ പൾസ് നോക്കാൻ വിസമ്മതിച്ചു. മനസ്സിലാക്കുക. അപ്പോൾ ആ ഡോക്ടർ എത്രമാത്രം പിന്നെ ഡയബറ്റീസിനെ കുറിച്ച് എത്രമാത്രം ബോധമുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡയബറ്റീസ് പേഷ്യൻ്റ്, നമ്മുടെ കൂട്ടത്തിലുള്ള ഡയബറ്റീസ് പേഷ്യൻ്റ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊളസ്ട്രോളിൻ്റെ ഗുളിക എന്നറിയപ്പെടുന്ന അറ്റർവോസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസോസ്റ്റാറ്റിൻ കഴിച്ചിരിക്കണം.
ഫ്രം ദി വെരി ബിഗിനിങ് കഴിച്ചിരിക്കണം. ബോർഡർ ലൈൻ ആണെന്ന് പറഞ്ഞാലും ഡയബറ്റിക് ബോർഡർ ലൈൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, അറ്ററോസ്റ്റാറ്റിൻ 10 മില്ലിഗ്രാം എങ്കിലും ഡെയിലി, ഒന്നിരാടോ അല്ല, ഡെയിലി കഴിച്ചിരിക്കണം. 10 മില്ലിഗ്രാം അറ്ററോസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസോസ്റ്റാറ്റിൻ 5 or 10 മില്ലിഗ്രാം കഴിച്ചിരിക്കണം. എല്ലാ ഡയബറ്റിക് പേഷ്യൻസും കഴിച്ചിരിക്കണം. കാരണം ഈ രക്തക്കുഴലിലുള്ള ചുരുങ്ങുന്ന ആൻജിയോപ്പതി, മൈക്രോ ആൻജിയോപ്പതി എന്ന പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ ഈ മരുന്ന് സഹായിക്കും. ആൻജിയോപ്പതി ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ഡോക്ടർമാർക്ക് ഇത് അറിയില്ല. നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുന്നത് രക്ത ഓട്ടം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ്. കൊളസ്ട്രോൾ കുറയും, ഓക്കെ. പക്ഷെ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കുറയാനല്ല, മറിച്ച് നല്ല രീതിയിൽ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും ലിപ്പിഡ് പ്രൊഫൈൽ നോക്കി നല്ല കൊളസ്ട്രോള് 55-ന് മുകളിലും ചീത്ത കൊളസ്ട്രോള് 50-ൽ താഴെയും നിർത്താൻ ഡയബറ്റിക് പേഷ്യൻസ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാം. ഡയബറ്റീസിനെ കുറിച്ച് സംസാരിച്ചാലും തീരില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഷുഗർ ലെവൽ. പ്രായമുള്ള ആൾക്കാരിലാണെങ്കിൽ ഫാസ്റ്റിങ് ഒരു 120 എബൌട്ട് 120 മില്ലിഗ്രാം, ആൻഡ് പോസ്റ്റ് പ്രാൻഡിൽ ആഹാരത്തിന് ശേഷം അല്ലെങ്കിൽ റാൻഡം ഒരു 170 മില്ലിഗ്രാം, അതിൽ താഴണ്ട 120 180. പ്രായം 10-70 വയസ്സൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 200 കടക്കാതെ നോക്കിയാൽ മതി. ആ അളവിൽ എത്ര മരുന്ന് വേണം, എത്ര എക്സസൈസ് വേണം, എത്ര ആഹാര രീതി ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പേഷ്യൻ്റ് മനസ്സിലാക്കി അതിന് വേണ്ട ആ രീതിയിൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മാഡം വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ആൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഭൂമിക്ക് താഴെയുള്ള ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. എല്ലാ ആൾക്കാർക്കും ആഗ്രഹം കാണും ഇത്തിരി കപ്പ കഴിക്കാനോ, അല്ലെങ്കിൽ ഇത്തിരി പൂള കഴിക്കാനോ, ഇത്തിരി ചേമ്പ് കഴിക്കാനോ, അല്ലെങ്കിൽ ഇത്തിരി പായസം കുടിക്കാനോ ആഗ്രഹമുള്ള ആൾക്കാർ ഇല്ല, എല്ലാവർക്കും കാണും. കാരണം നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ പായസം കഴിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചറിയാം 2-3 പ്രാവശ്യം വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. എന്തിനാണ് ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? ആവശ്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്തിരി പായസം കുടിക്കണം. നിങ്ങൾ ഒരു പാത്രം സലാഡ് കഴിച്ചിട്ട് കുറച്ച് പായസം, ഒത്തിരി കുടിക്കാനല്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കുറച്ച് പായസം കുടിക്കാൻ. നിങ്ങളൊരു പാത്രം സലാഡ് അല്ലെങ്കിൽ ഒരു ഇടത്തരം കക്കിരി, കുക്കുംബർ കഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് പായസം കുടിച്ചോ, അല്ലെങ്കിൽ കുറച്ച് ചേമ്പ് കഴിച്ചോളൂ, കുറച്ച് പൂള കഴിച്ചോളൂ. പൂള എന്ന് പറഞ്ഞാൽ കപ്പ, പലയിടത്തും ചിലത് ചീനി എന്നറിയപ്പെടുന്നത്, കഴിച്ചോളൂ. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ ആഹാരങ്ങളും കുറേ ആഗ്രഹത്തിനെല്ലാം കഴിക്കാം. മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒന്നുകിൽ സലാഡ്, അത് ഇച്ചിരി കഴിച്ചാൽ പോരാ, ഒരു ഇടത്തരം കുക്കുംബർ നിറച്ച് കഴിക്കണം. അത്രയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പൂള കഴിക്കാനോ ചേമ്പ് കഴിക്കാനോ മടിയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ പേഷ്യൻസിൽ പോലും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊരു ഗസ്റ്റായിട്ട് ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ മധുരം ഇടല്ലേ, അവർ ചോദിക്കാൻ നീ ഓക്കെ മധുരം ഇടല്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായ ഇരുന്ന് കുടിക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷെ വീട്ടിൽ വളരെ കർശനമായിട്ട് നോക്കണം. പറഞ്ഞ പോലെ ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ആൾ. അതേപോലെ തന്നെ ഷീലമാമിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്തതില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. എല്ലാ കാര്യങ്ങളും മാഡം പറഞ്ഞു. ഒരു കെയർ ടേക്കർ എന്നുള്ള ഇതിൽ മാഡം വളരെയധികം വിജയിച്ചിട്ടുണ്ട്. മൈ ഹാർട്ട്ഫുൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. പിന്നെ സാറ് പറഞ്ഞ
ഓക്കെ മാഡം, ഒരു മിനിറ്റ്. ചൂടുവെള്ളം ഉപയോഗിക്കുന്നതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. കാല് കഴുകാനൊന്നും ചൂടുവെള്ളം ഉപയോഗിക്കരുത്, അതൊരു പ്രശ്നം ഉണ്ടാവും. സർ മ്യൂട്ടാണ് സർ. തരിപ്പുണ്ടെന്ന് കഴിഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് അറിയാവുന്ന കേസുണ്ട്. തൊണ്ട് പഴുപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ ചിലർ ചൂടുവെള്ളത്തിൽ വെക്കും. യാതൊരു കാരണവശാലും ചൂട്, തണുപ്പ്, ഐസ് വെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കാലിൽ ഉപയോഗിക്കാൻ പാടില്ല, പച്ചവെള്ളം അല്ലാതെ. പിന്നെ നമ്മളിപ്പോൾ ഈവൻ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർ തന്നെ അവർക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പം ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾ ചൂട് നോക്കി വേണം അവർക്ക് ചൂടുവെള്ളം കുളിക്കാൻ കൊടുക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഫുഡ് കെയർ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന ഫുഡ് കെയർ തന്നെയാണ്. ഈ ഫുഡ് ഈസ് ഓക്കെ, എവറിഥിങ് വിൽ ബി ഓക്കെ. താങ്ക് യു സർ. എന്തായാലും സാറിന്റെ 2 പാർട്ട് കഴിഞ്ഞല്ലോ. അടുത്ത പാർട്ടായിട്ട് 2 3 3 കഴിഞ്ഞു. 3 പാർട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഷീല മാം, നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എത്രയും കരുതലോടും ഉത്തരവാദിത്തത്തോടും കൂടെ കെയർ ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തുന്ന സെഷൻ ആയിരുന്നു. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര സർ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. രാവിലെ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയത്, ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും എന്തായാലും ഏറ്റവും ക്ലാസ്സിരുന്നു. കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബോർഡർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ഇല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ട, ആഹാരത്തിൽ മാത്രം ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ചോറ് കഴിക്കുന്നുള്ളൂ. ബാക്കി റാഗി അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. ഡയബറ്റിക് പേഷ്യന്റ് ചോറെന്ന് പറയുമ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് കുത്തരി തന്നെ ഉപയോഗിക്കണം. ഒറിജിനൽ കുത്തിരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് മരുന്ന് കഴിക്കുന്നില്ല, കഴിക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കുന്നില്ല. പക്ഷെ പിന്നെ കൊളസ്ട്രോളിന്റെ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. അത് 5 mg റോസ്വാസ് ആണ് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതോട് നോക്കണം. പിന്നെ HDL നല്ല കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ 55 മേളിലും ചീത്ത കൊളസ്ട്രോൾ. LDL 50 താഴെയും ആക്കി വെക്കാൻ നോക്കുക. 50 താഴെ LDL 68, HDL 55 LDL 50 താഴെ ആക്കാൻ നോക്കുക. അതൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഒരു ഡോക്ടർ 100 താഴെ എന്നാണ് സാധാരണ പറയാറുള്ളത്. 100 താഴെ. പക്ഷെ പ്രഷറുകാരുടെ കാര്യമാണ് 100 താഴെ. ഡയബറ്റീസുകാരുടെ കാര്യം ശരിക്കും 50 താഴെ നിർത്തണം, അതാണ് സേഫ്. അപ്പൊ ഈ ആൻജിയോപ്പതിയുടെ പ്രോഗ്രസിങ് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹലോ, കേൾക്കുന്നില്ല. ഞാന് ഹേമലത. പിന്നെ പകുതി കഴിഞ്ഞാ വന്നത്. അപ്പൊ മാഡത്തിന്റെ ക്ലാസ് ഞാൻ കേട്ടില്ല. സാറ് പറഞ്ഞതാ മുഴുവൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ദുബായിലായതുകൊണ്ട് ഇവിടെ 4 മണിയാവുന്നതല്ലേ, അപ്പൊ എന്തോ ലേറ്റ് ആയി പോയതാ. എനിക്ക് നല്ല ഡയബറ്റിക് ആണ് ഞാൻ. എന്ന് പറഞ്ഞാൽ രാവിലെയും ഒരു എഗ്ലൂസിൻ റാപ്പിഡ് എന്ന് പറഞ്ഞ ഇൻസുലിൻ 22 ഒക്കെ എടുക്കുന്നുണ്ട്. ഉച്ചയ്ക്കും അത് 15 എടുത്തിരുന്നു. രാത്രി ലാൻറ്റസ് 35 ഒക്കെ വരെ എടുത്തിരുന്നു. ഇത് കൂടാതെ മറ്റേ ഇസ്റ്റാമെറ്റ് 50,000 2 നേരം കഴിച്ചിരുന്നു. പിന്നെ ഇപ്പൊ 5,500 ആണ് 2 നേരവും. പിന്നെ എനിക്കിവിടെ ദുബായിൽ വന്നപ്പോ നാട്ടിൽ നിന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം എനിക്ക് വല്ലാണ്ട് താണുപോയി, 40-ലൊക്കെ എത്തി.
ഇവിടെ ദുബായിൽ വന്നപ്പോൾ ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഈ ഇൻസുലിൻ അങ്ങ് നിർത്തി. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, ദിവസം 2-3 പ്രാവശ്യമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഒരു ദിവസം 40-ലെത്തി. എനിക്ക് രാത്രി തീരെ വയ്യാതെയായി. പിന്നെ മോളൊക്കെ വന്ന് പെട്ടെന്ന് മധുരമൊക്കെ കഴിച്ച് കൂടി അത്. എന്നാലും ഒരു 2 ദിവസം എനിക്ക് പിന്നെ ഭയങ്കര ക്ഷീണവും എണീക്കാൻ പറ്റാതെയൊക്കെ ആയിപ്പോയി. പിന്നെ ഒരു ദിവസം ഒരു 60-ൽ വന്നു. ഇപ്പൊ ഞാൻ വിചാരിച്ചു സാറ് പറഞ്ഞ പോലെ ഇത്തിരി കൂടി നിന്നാലും കുഴപ്പമില്ല, കുറയരുതെന്ന് വിചാരിച്ചിട്ട് രാത്രിയൊക്കെ എന്തെങ്കിലും ഒരു ആപ്പിളോ എന്തെങ്കിലും ഒക്കെ കഴിച്ചാൽ അത് ഇങ്ങനെ കുറച്ച് കൂടുതലാണെങ്കിലും സാരമില്ല എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം. മറ്റേ ഈ താഴെ പോലെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പ്രാവശ്യം ഉണ്ടായി. അപ്പം പിന്നെ ലാൻഡസ് എത്ര എടുക്കുന്നത്? ലാൻഡസ് 35 ആയിരുന്നു. 35. 35 ഇന്നിപ്പോ ആയിരുന്നു. ഞാൻ അപ്പൊ ഒരു 30 കാര്യം ചെയ്യും, എടുത്തു. ഞാൻ വേറൊരു സജഷൻ ഞാൻ പറയാം. ഈ ഡാപ്പാഗ്ലൈഫ്ലോസിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. ഡാപ്പാഗ്ലൈഫ്ലോസിൻ അല്ലെങ്കിൽ എംപാഗ്ലൈഫ്ലോസിൻ. ഡാപ്പ അല്ലെങ്കിൽ എംപ. ഇത് ഈ ഈ ആ സെറ്റാമെറ്റ് എന്നുള്ള മരുന്ന് അതിനകത്ത് ആ സിറ്റാഗ്ലിപ്റ്റിൻ മാറ്റിയിട്ട് ഇസ്റ്റാമെറ്റ് അല്ലേ? ഇസ്റ്റാമെറ്റ് ഇസ്റ്റാമെറ്റ് 50,000 500-ഉം 50-യും. ആ 50 എന്ന് പറയുന്നത് സിറ്റാഗ്ലിപ്റ്റിൻ ആണ്. അതെ അതെ അതെ. ആ സിറ്റാഗ്ലിപ്റ്റിൻ മാറ്റിയിട്ട് മെറ്റ്ഫോമിനും ഡാപ്പാഗ്ലൈഫ്ലോസിനും കൂടെയുള്ള കോമ്പിനേഷനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് കഴിക്കാൻ ദാറ്റ് വിൽ ബി ബെറ്റർ ദാൻ സിറ്റാഗ്ലിപ്റ്റിൻ. ഞാൻ സാറിനെ പേഴ്സണലി ഒന്ന് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിലെങ്ങാനും. ഓക്കെ 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 ഓക്കെ. കാര്യം നമ്മൾ ഈ മരുന്നിന്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഡാപ്പാഗ്ലൈഫ്ലോസിൻ എന്ന് പറയുന്നൊരു ഡയബറ്റീസിന്റെ മരുന്നാരും പോലും കരുതേണ്ട കാര്യമില്ല. കൺട്രോൾസ് ഡയബറ്റീസ്, ഇറ്റ് പ്രൊട്ടക്ട്സ് കിഡ്നി, ഇറ്റ് പ്രൊട്ടക്ട്സ് ഹാർട്ട്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ബോഡി എഡീമ. ഭയങ്കര ഒത്തിരി പ്ലസ് പോയിന്റ്സ് ഉള്ള എല്ലാ ഡയബറ്റിക് പേഷ്യന്റും കഴിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരേ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് വളരെ റയറായിട്ട്, എനിക്ക് 100 കണക്കിന് പേഷ്യൻ്റ് ഉള്ള എനിക്ക് ആകെ 2 കേസിന് മാത്രം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ആ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആവർത്തിച്ച് വരികയാണെങ്കിൽ മാത്രം വിത്ഡ്രോ ചെയ്താൽ മതി ഡാപ്പാഗ്ലൈഫ്ലോസിൻ. പക്ഷെ പ്ലസ് പോയിന്റ്സ് ഒരുപാടാണ്, ലോട്ട് ഓഫ് പ്ലസ് പോയിന്റ്സ്. ചുമ്മാ 2 മരുന്ന് അങ്ങ് കോമ്പിനേഷൻ ചെയ്താൽ പോരാ, അത് ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ല, ഇൻസുലിൻ ഇതിന്റെ ഡോസ് നമ്മൾ ഇത് ഗ്ലൂക്കോമീറ്ററിൽ നോക്കി നോക്കി തന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലേ എപ്പോഴും? കാര്യം ഡോക്ടറെ നമ്മൾ എപ്പോഴും പോയി കാണില്ലല്ലോ. ലാൻഡസ് 35 രാത്രിയിൽ എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ 30 ആക്കിയിട്ടുണ്ട്. കാര്യം രാത്രി ഡൗൺ ആവുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാമെറ്റും ഉണ്ടല്ലോ, രണ്ടും കൂടെ ആവുമ്പോ രാത്രി കൂടുതൽ. പേടിക്കേണ്ടത് ലാൻഡസിനെ അല്ല, എഗ്ലൂസൻ റാപ്പിഡ് ആണോ? മറ്റേതിനെയാണ് പേടിക്കേണ്ടത്. അതിന് റാപ്പിഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ആക്ടിങ് ഇൻസുലിൻ ആണ് സാധാരണയായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് കൊടുക്കുക. അത് ആ റാപ്പിഡ് ഉപയോഗിക്കുന്നവരാണ് ഉച്ചക്കൂടെ എടുക്കേണ്ടി വന്നത്. അത് രാവിലെ ഉച്ചയ്ക്കും ഉണ്ട്, രാത്രി അതിന്റെ ആവശ്യമില്ല. നമുക്ക് ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ടല്ലോ, നോമിക്സ് ഉണ്ട്, നോമിക്സ് ഈസ് അവൈലബിൾ. എന്തിനാണ് ഈ റാപ്പിഡിലേക്ക് പോകുന്നത്? റാപ്പിഡിൽ പോകേണ്ട ആവശ്യം. ഞാനപ്പ ആദ്യം നോവോമിക്സ് ആയിരുന്നു, പിന്നെ ആണ് ഇത് എഴുതി തന്നെ ഈ എഗ്ലൂസൻ റാപ്പിഡ്. അതാണ് നല്ല കോസ്റ്റ്ലി. ഒരു കാർട്രിഡ്ജിന് 1200 1300 ഒക്കെ ഉണ്ട്. ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ആവശ്യമില്ല. നോമിക്സ് ലാൻഡോസിൻ നോമിക്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡാപ്പാഗ്ലൈഫ്ലോസിൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ ലാൻഡോസിന്റെ ആവശ്യം വരില്ല. നോവോമിക്സ് തന്നെ 2 തരം എടുത്താൽ മതിയാവും. ഇതിങ്ങനെ ഡോസ് കൂടുന്നു എന്നല്ലാതെ നമുക്ക് ഇതിന് വലിയ മാറ്റം വരുന്നുമില്ല. പിന്നെ എനിക്ക് BP ഉണ്ട്. രാവിലെയും ടെൽമ CTയും രാത്രി ടെൽമ 40യും എടുക്കുന്നുണ്ട് ഗുളികകള്. പിന്നെ ഡാപ്പാഗ്ലൈഫ്ലോസിൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഈ CT ഒഴിവാക്കാവുന്നതാണ്. ആണോ? ഞാൻ സാറിനെ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാമേ. പിന്നെ ഇതുണ്ട്, ഈ അറ്റോർവാസ്റ്റാറ്റിൻ അറ്റോർമാക്സ് CV 20 mg ആയിരുന്നു. ഇപ്പൊ അത് എക്കോസ്പിരിനും വേറൊരു എന്തോ ഒരു 20 സംഭവം തന്നെയാണ്. ഈ രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ്. നല്ല കാര്യം, കുഴപ്പമില്ല, നല്ല കാര്യമാണ്.
അങ്ങനെ കുറച്ച് പിന്നെ ഈ എനിക്കൊരു 10-20 വർഷമായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ഗുളികകളായിരുന്നു. മെത്തോട്രെക്സേറ്റ് 15 mg പിന്നെ സാസോ ഇല്ലേ, സൾഫസലാസിൻ ഡെയിലി. ഇപ്പൊ വന്നിട്ട് ഫൈബ്രോമയാൾജിയക്ക് മറ്റേത് നിർത്തിയിട്ട് ഒരു ഡ്യുലോറൻ 20 mg കഴിക്കുന്നുണ്ട് എന്നും. പക്ഷെ അതിന് എനിക്ക് ഭയങ്കരമായ ക്ഷീണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇനി തിരിച്ചു ചെല്ലുമ്പോ ഡോക്ടറെ ഒന്നുകൂടെ കാണണം എന്ന് വിചാരിച്ചിരിക്കുക, റുമറ്റോളജിസ്റ്റിനെ. കിടന്ന് എപ്പോഴും പകല് മുഴുവൻ ഉറക്കം. കഴിക്കുന്ന മരുന്ന് കഴിക്കുമ്പോൾ ഡയബറ്റീസിന്റെ ഇത് ഷുഗർ കൺട്രോളിന് ഇത്തിരി പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടും. ഞാൻ എന്തായാലും നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോ ഈ ഗ്രൂപ്പില് സമയം കളയണ്ട. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ? ഓക്കെ. താങ്ക് യു ഷീല മാം, താങ്ക് യു രാജേന്ദ്രൻ സർ, അതുപോലെ ഫീഡ്ബാക്കുകളൊക്കെ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിലും കൂടി അറിയിക്കാൻ, മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവട്ടെ. താങ്ക് യു. ഗവേഷണപരമായ നല്ല അറിവുകൾക്ക് ഒരുപാട് നന്ദി.